എല്ലാവരും വീട് മനോഹരമായി ചെയ്യും. എന്നാൽ ചില സ്ഥലങ്ങൾ ഉപയോഗശൂന്യമായി മാറാറുണ്ട്. അതായത് സാധനങ്ങൾ അടുക്കും ചിട്ടയോടെ വയ്ക്കാനാവില്ല. വീട്ടിലേക്ക് കയറുമ്പോൾ താക്കോൽ വയ്ക്കുന്നത് മുതൽ കൃത്യമായ പ്ലാനിങ് വേണം. അങ്ങനെ ചെയ്യുമ്പോൾ സ്ഥലം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും കഴിയും. ചെറിയ സ്ഥലമാണെങ്കിൽ നല്ല സ്റ്റോറേജ് സൗകര്യം നൽകാൻ വൃത്തിയായിരിക്കുകയും ചെയ്യും. സ്ഥലം ഒരുപാടാകാതെ സ്പേസ് മാനേജ് ചെയ്ത് എങ്ങനെ നമുക്ക് സ്റ്റോറേജ് സൗകര്യം കൊടുക്കണമെന്ന് നോക്കാം. സ്പീക്കറിന്റെ മുറിയിൽ കൂടുതൽ സ്റ്റോറേജിനായി വേഗം പ്രയോജനപ്പെടുത്താം. കോഫി ടേബിളിന് അടിയിലായി സ്റ്റോറേജ് സൗകര്യം നൽകിയാൽ വായിക്കുന്ന പത്രങ്ങൾ അവിടെ സൂക്ഷിക്കാനാവും. മുൻവശത്തിരുന്നാണ് പത്രങ്ങൾ വായിക്കുന്നത് റാക്കുകൾ നോക്കാം. ടി വി യൂണിറ്റിന് അടുത്തായത് റിമോട്ടുകൾ വയ്ക്കാനും LCD യൂണിറ്റിൽ പ്ലേസ് ചെയ്യാനുള്ള സ്റ്റോറേജുകൾ ചെറിയ യൂണിറ്റായിട്ട് നൽകാം. ഡൈനിങ് ഏരിയയിൽ ക്രോക്കറി ഷെൽഫുകൾ പഴയകാലത്ത് കിടക്കണം. ഇന്ന് അങ്ങനെ പ്രദർശിപ്പിക്കുന്നതിൽ ആർക്കും താല്പര്യമില്ല. സ്പൂണുകൾ, ഫോക്കുകൾ, പ്രത്യേക പ്ലേറ്റുകൾ എന്നിവ വയ്ക്കാനായിട്ട് ക്രോക്കറി കബോർഡുകൾ. ബെഡ്റൂമിലാണെങ്കിൽ കബോർഡുകൾക്കാണല്ലോ അത്യാവശ്യം. അവ വെറുതെ തട്ടുതട്ടുകളായി കൊടുക്കാതെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിൽ നൽകാം. തൂക്കിയിടേണ്ട ഡ്രസ്സുകൾക്ക് ഇത്തരം കബോർഡുകൾ ഉപയോഗിക്കാം. 105 മുതൽ 110 ഹൈറ്റ് വരെ നമുക്കിവ കൊടുക്കാൻ കഴിയും. പൊക്കം പോലെ തന്നെയാണ് ഇവയുടെ ആഴവും. നിർബന്ധമായും 2 അടിയെങ്കിലും ആഴത്തിൽ കൊടുക്കേണ്ടതാണ്. എങ്കിലേ ഫലപ്രദമായ രീതിയിൽ സ്റ്റോറേജ് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. കുട്ടികളുടെ ബെഡ്റൂമിലും ഹാങ്ങിങ് ഏരിയ കബോർഡിൽ നൽകാനാകും. പെൺകുട്ടികളുടെ റൂമാണെങ്കിൽ ക്ലിപ്പുകൾ, വാച്ചുകൾ, ഹെയർ ബാൻഡുകൾ എന്നിവ കബോർഡിൽ തന്നെ ഡ്രോയേഴ്സ് ആയിട്ട് നൽകാൻ കഴിയും. അയണിങ് യൂണിറ്റ്, പുൾ ഔട്ട് യൂണിറ്റുകൾ എന്നിവ ഇപ്പോൾ കബോർഡുകളിൽ കൊടുത്തു വരുന്നുണ്ട്. കബോർഡിനകത്ത് ഹുക്കുകൾ, പെർഫ്യൂമുകൾ എന്നിവ നൽകാനായി നീളത്തിലുള്ള അറകൾ നൽകാം. ഇവ തട്ടുതട്ടുകളായി നൽകാതെ പുൾ ഔട്ടുകളായി നൽകുന്നതാണ് നല്ലത്. ചിലവ് കൂടുതലാണെങ്കിലും ഇവയാണ് ഉപയോഗിക്കാൻ സൗകര്യപ്രദം. ഡ്രസ്സിംഗ് യൂണിറ്റിൽ വെറുതെ കണ്ണാടി മാത്രം നൽകാതെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ വയ്ക്കാനുള്ള സൗകര്യം കൊടുക്കാം. ഹെയർ ഡ്രയർ പോലുള്ളവ കൊടുക്കുമ്പോൾ പ്രത്യേകമായി പ്ലഗ് പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഒരിക്കൽ ഉപയോഗിച്ച വസ്ത്രങ്ങൾ സൂക്ഷിക്കാനായി പ്രത്യേകം ഏരിയ കൊടുക്കാം. അവിടെ വായുസഞ്ചാരമുള്ള വിടവുകളോ CNC കട്ടികളോ നൽകാം. ടോയ്ലറ്റിനകത്ത് സോപ്പ്, ഷാമ്പു മുതലായവ ഒരു നീഡ് സ്പേസിലോ മൾട്ടിവുഡ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലോ അറേഞ്ച് ചെയ്യാം. ഒരുപാട് സാധനമുള്ളവർക്കാണെങ്കിൽ ചുവരിനുള്ളിൽ തന്നെ അലമാര പോലെ ചെയ്തെടുക്കാവുന്നതുമാണ്. ബ്രേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അതിനു പറ്റിയ സ്ഥലം, അതാണ് ഹോബി ഏരിയ. വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പുസ്തകങ്ങൾ സൂക്ഷിക്കാനും, പെയിന്റിംഗ് ചെയ്യുന്നവർക്കും സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അവരുടെ സാമഗ്രികൾ സൂക്ഷിക്കാനും പ്രത്യേകമായി കബോർഡുകൾ നൽകാം. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ സൂക്ഷിക്കാൻ ഓപ്പൺ സ്പേസിൽ തന്നെ ഒരു സ്റ്റോറേജ് സൗകര്യം നൽകുന്നതും നല്ലതാണ്. ഏറ്റവും പ്രധാനമാണ് കിച്ചണിലെ സ്റ്റോറേജുകൾ. ഇന്ന് പലതരത്തിലുള്ള ആക്സസറീസുകൾ ലഭ്യമാണ്. ഇവ ലളിതമായി ഉപയോഗിച്ച് നല്ലൊരു സ്റ്റോറേജ് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. സ്പേസ് ലാഭിക്കുന്നവർക്ക് പുൾ ഔട്ടുകളാണ് ഏറ്റവും നല്ലത്. സ്റ്റോർ റൂം ഒഴിവാക്കുന്നവർക്ക് ടോയ് യൂണിറ്റുകളും നൽകാം. നമ്മുടെ ആവശ്യം ഏതാണോ അതിനനുസരിച്ചുള്ള യൂണിറ്റുകൾ നൽകുന്നതാണ് നല്ലത്. സ്റ്റോറേജ് ഒരുക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാകണം. കൃത്യതയോടെയും ദീർഘവീക്ഷണത്തോടെയും വേണം സ്റ്റോറേജ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ.